മഞ്ഞുമലകൾ ഒരുക്കിയുണ്ടായ താഴ്വരകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജാക്ക് കാർട്ടിയർ നദിയുടെ താഴ്വരയിലുള്ള നാഷണൽ പാർക്കിലേക്കാണ് നമ്മുടെ യാത്ര. ഹലോ, നമസ്കാരം. എല്ലാവർക്കും 777 ജാക്ക് ജോൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. കാനഡയിലെത്തിയപ്പോൾ പൊതുവെ കേട്ട ഒരു കാര്യമാണ് ക്യൂബക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു റിയലി മാജിക്കൽ ക്ലൈമറ്റും പ്രകൃതിയുമാണെന്ന്. വേനൽക്കാലത്ത് കണ്ടുമങ്ങിയ ഈ അത്ഭുത ലോകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രകൃതി അതിൻ്റെ എല്ലാ ഭംഗിയും വാരിവെതിറിയ ഒരു ഇടമെന്ന് വേണമെങ്കിൽ പറയാം. ഷാക്ക് കാർട്ടിയർ നാഷണൽ പാർക്ക് ക്യൂബക് സിറ്റിയിൽ നിന്നും വെറും 30 മിനിറ്റ് ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പാർക്ക് കാണാതെ പോകരുത്. ഞങ്ങളിവിടെ കിങ്സ്റ്റണിൽ നിന്നും 600 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ നാഷണൽ പാർക്കിൽ എത്തുന്നത്. നമ്മള് നാഷണൽ പാർക്കിലെത്തി. ജാക്കസ് കാർട്ടിയർ നാഷണൽ. എവിടെയും ഒരു എൻട്രൻസ് ഫീ ഉണ്ട്. കുട്ടികൾക്ക് എപ്പോഴും ഫ്രീ ആണ്. അഡൽസിന് $10. അപ്പോൾ നമ്മൾ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഒരു എൻട്രൻസ് അപ്പിയറൻസ്. ഇങ്ങനെയാണ്. ഇനി ഉള്ളിൽ എന്താണെന്ന് നമുക്ക് കാണാം എന്ന് വിചാരിക്കാം. ക്യാമ്പ് സൈറ്റുകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. വണ്ടികളൊക്കെ പോകുന്നുണ്ട്, കൂടെ നമ്മൾ പോകുന്നുണ്ട്. പോയി നോക്കാം. എന്തായാലും നമ്മൾ ചാർജ് അടച്ചില്ലേ. ചോലുണ്ട് കേട്ടോ അവിടെ. നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഈ ജാക്ക് കാർട്ടിയർ നദിയിലൂടെയുള്ള കയാക്കിങ്ങിന് വേണ്ടിയാണ്. വേനൽക്കാലത്തെ പ്രധാന ആകർഷണമെന്ന് പറയാം ഈ ഒരു കയാക്കിങ്ങും കനോയിങ്ങും ട്യൂബിങ്ങും എല്ലാം. പൊതുവെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു നദിയാണിത്. ചിലയിടങ്ങളിലൊക്കെ വന്യമായിട്ടുള്ള ഒരു അവസ്ഥയും കൂടിയുണ്ട്. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും തേടിയുള്ള ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഹൈക്കിംഗ് ട്രെയിലുകൾ ഇതാ കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്നു. പിന്നെ ഈ ഒരു നാഷണൽ പാർക്കിനെ കുറിച്ച് രസകരമായ ചില കാര്യങ്ങളും കൂടിയുണ്ട്. മഞ്ഞുമലകളെ കൊത്തിയെടുത്ത ഈ താഴ്വര ഏകദേശം 10,000 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലുണ്ടായ ഹിമയുഗത്തിൽ, അതായത് ഐസ് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് മഞ്ഞുമലകൾ നീങ്ങിയപ്പോൾ ഉണ്ടായ ഒരു കൂറ്റൻ താഴ്വരയാണ് ഇതെന്നും പറയപ്പെടുന്നു. പൊതുവേ ഈ കാട് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടി വരുന്നത് ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നാണ്. ശരിയാണ്. വന്യമൃഗങ്ങളൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയിൽ പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇത് പോണ വഴിയുണ്ടോ ഇവിടെ? അങ്ങനെ നമ്മളൊരു വഴി കണ്ടുപിടിച്ച് നദീതീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം. വെള്ളമാണെങ്കിൽ അധികം ആഴത്തിലൊന്നുമല്ല. ഇവിടെ ആക്സസ് ഉണ്ട്. ഇറങ്ങാൻ പറ്റും. നമ്മളിനി ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലോട്ട് പോവുകയാണ്. കൂടുതലും ഹൈക്കിങ്ങിനൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. ഈ ഒരു പാർക്കിൻ്റെ താഴ്വരയിൽ ഇലപൊഴിയുന്ന കാടുകളും മലമുകളിലാണെങ്കിൽ നിത്യഹരിത കോണിഫറസ് കാടുകളും കാണാം.
ഒരേ സ്ഥലത്ത് തന്നെ 2 വ്യത്യസ്ത കാലാവസ്ഥയിലെ സസ്യങ്ങൾ വളരുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ട്രൗസർ വേറെ ഉണ്ടല്ലോ, അവനെടുത്തുണ്ടല്ലോ. ഇവിടെ നല്ലൊരു സ്ഥലമാണ്, ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഡീപ്പല്ല കേട്ടോ വാട്ടർ. ആൾക്കാർ ചെയറൊക്കെ ഇട്ടിട്ട് വെള്ളത്തിനുള്ളിൽ ഇരിക്കുക ചെയ്യണം. അവിടെ കണ്ടോ, ചെയറിട്ടിട്ട് വെള്ളത്തിൽ. നല്ല തണുപ്പുള്ള വെള്ളം എന്നാണ് പറയണത്. ഞാൻ ഇറങ്ങിയിട്ടില്ല, ഇവിടെ ഇറങ്ങിയില്ലേ? ഒന്ന് തണുപ്പുണ്ടോ? ഓ നടക്ക്. ഈ ഒരു നാഷണൽ പാർക്ക് ദേ ഇപ്പം നമ്മൾ കാണുമ്പോൾ കണ്ടില്ലേ, പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നു. ഇനി നമ്മൾ ഇല പൊഴിയുന്ന കാലത്താണ് വരുന്നതെങ്കിൽ ടോട്ടലി ചേഞ്ച് ആയിരിക്കും കേട്ടോ. ഇളം മഞ്ഞ കളറിലും ചുവപ്പ് കളറിലൊക്കെ ആയിരിക്കും ഈ വൃക്ഷങ്ങൾ ഇല പൊഴിയാൻ നേരത്ത്. എത്ര ക്ലിയർ ആണ് വെള്ളം നോക്ക്. നല്ല ക്ലിയർ. കുറച്ച് പ്യൂരിഫൈ പോലെ ശുദ്ധമായി കുടിക്കാനുള്ളത് അല്ല വെള്ളം. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക. മല കയറ്റം. ഇതിങ്ങനെ നടക്കാനുള്ളതല്ലോ. കുറച്ചുള്ളിലേക്ക് പോയിട്ടും വന്യജീവികളുടെ കാര്യം പറയുകയാണെങ്കിൽ കാനഡയുടെ സ്വന്തം മൂസ്, ബീവറുകൾ, വൈറ്റ് ടെയിൽഡ് മാനുകൾ എന്നിവയൊക്കെയാണ് ഈ ഒരു ആവാസ വ്യവസ്ഥയിലുള്ളത്. നമുക്കൊരു ന്യൂ എക്സ്പീരിയൻസ് അല്ലേ, നല്ല കാട്ടിൻ്റെ ഉള്ളിലൂടെ. പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് വെച്ചാൽ നമുക്ക് ഒരു സൈഡിൽ നല്ല വലിയൊരു മലയാണ് കണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇത്രയും വലിയ മല കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇടുക്കിയിലൊക്കെ പോകുമ്പോഴാണ് ഇത്രയും വലിയ മല കണ്ടിട്ടുള്ളത് അല്ലേ. അതും ഒക്കെ ഈ സ്തൂപികാകൃത വൃക്ഷങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ നമ്മൾ ക്രിസ്മസ് ട്രീ എന്ന് പറയും. അതാണ് നമുക്ക് ഏറ്റവും സുപരിചിതമുള്ളത് അല്ലേ. എല്ലാം നല്ല നാരോയിങ് ആയിട്ടുള്ള ടാപ്പറിങ് എൻഡ് ആയിട്ടുള്ള ട്രീസാണ്. അപ്പോൾ മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ട്രീകളാണല്ലോ ഉണ്ടാവുക. ഇത് മൊത്തം അങ്ങനത്തെ മരങ്ങളാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ആ അരുവിയുടെ കളകളാരവും ഇപ്പുറത്ത് കാട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ചീവിൻ്റെ സൗണ്ടൊന്നുമില്ല. രാത്രിയാകുമ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടാവും. നല്ല സുഖമുള്ളൊരു ഈവനിങ് വാക്കാണ്. ഇതിന് പോവാന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട് നടക്കാൻ. നമ്മൾ അത്ര ദൂരം നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് ദൂരം നടന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം. നടക്കുന്നതൊക്കെ കൊള്ളാം. ഇവിടെ അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ സിംഹവും പുലിയൊന്നും ഇല്ലെങ്കിലും അതിഭീകരന്മാരായിട്ടുള്ള കുറച്ച് പേരോടെ ഉണ്ട്. ആരാന്നറിയണ്ടേ? കരടി, അമേരിക്കൻ ബ്ലാക്ക് ബെയർ, പിന്നെ നമ്മൾ മൂസ്. അപ്പോൾ അവരൊക്കെ ഇറങ്ങി നടക്കാറുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരും. ആനയില്ല കേട്ടോ, ആനയില്ല. ഇനിയുള്ളത് ഇത്തിരി സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റാണ്. നമ്മൾ കയറുന്നില്ല, നമുക്ക് തിരിച്ചിറങ്ങി വരാം.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് 777 @ജാക്ക് ജോൺസ്.